കുറച്ച് മാസങ്ങൾക്ക് മുന്നേ മോസ്റ്റ് റിയലിസ്റ്റിക് ഇന്ത്യൻ ഗെയിം എന്ന ടൈറ്റിൽ ഒരു ഗെയിം പ്ലേ റിവ്യൂവിൽ വന്നായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് വേൾഡ് വൈഡ് ഒരു ഊക്ക് കിട്ടിയ രീതിയിലുള്ളൊരു ഔട്ടായിട്ടാണ് മാറിയത്. അവർ ആൽഫ സ്റ്റേജിലുള്ള ഗെയിം പ്ലേ ആണെന്നാണ് പറഞ്ഞത്. ബട്ട് സ്റ്റിൽ അതിന് നല്ല രീതിയിൽ നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായത്. ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം ഒരു 4-5 മാസത്തിന് ശേഷം അവർ രണ്ടാമത്തെ ഗെയിം പ്ലേ ട്രെയിലർ ഒരു ഗെയിം പ്ലേ റിവ്യൂവിൽ നടത്തിയിട്ടുണ്ട്. സീരിയസ്ലി ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്ത് നോക്കിയിട്ടില്ല. അവർ ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്ന ഞാൻ വിചാരിച്ചു പോലും നോക്കിയിട്ടില്ല. പക്ഷേ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട് വേറൊരു ഭാഗത്ത്. അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ ദിസ് ഈസ് വിച്ചു ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ് യൂട്യൂബ് ചാനൽ. ലെറ്റ്സ് ബിഗിൻ. പോകുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ്, ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുത്തിട്ട് ഈ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ല ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇത് യൂസ് ചെയ്യുന്നതിന് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു റിസ്കിലും കാര്യങ്ങളിലും ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് ഫോളോവേഴ്സിനെ കൂട്ടിയാൽ മതി. സോ ആ വെബ്സൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പം അഗെയിൻ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇതിൽ ഓരോ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ഓരോന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവിടെ നമ്മുടെ യൂസർ നെയിം ഏത് അക്കൗണ്ടിലാണോ ഫോളോവേഴ്സിനെ കൂട്ടേണ്ടത് ആ ഒരു യൂസർ നെയിം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈം വേണ്ടി കാണിക്കുന്നുണ്ടാവും. വേറൊരു കാര്യം, ഈ വെബ്സൈറ്റ് ക്രെഡിറ്റ്സിൻ്റെ ബേസിസിലാണ് വർക്ക് ആവുക. സോ നിങ്ങൾക്ക് എക്സ്ട്രാ ക്രെഡിറ്റ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ പിക്ചറിലെ അക്കൗണ്ടോ അങ്ങനെ എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് അതിൻ്റെ അനുസരിച്ച് ക്രെഡിറ്റ്സ് കിട്ടുന്നതായിരിക്കും. സോ ഇപ്പോൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ അതിനകത്ത് ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇപ്പം ഞാൻ അതിൽ കൊടുത്ത അക്കൗണ്ടിൽ ഇത്രയും ഫോളോവേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കാര്യം, ഈ ടീമിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. ഇവർക്ക് ക്യാഷ് ഉണ്ടോ ഇല്ലയോ, എത്ര വലിയ ടീമാണ് ചെറിയ ടീമാണെന്ന് നമുക്ക് നോക്കണ്ട. ഇവർ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തി. അത് 4 മാസത്തിന് ശേഷം 4 മാസം കൊണ്ട് തന്നെ ഇവർ ഒരു ഔട്ട് കാണിച്ചു, ഓഡിയൻസിന് ഒരു ഔട്ട് കാണിച്ചിട്ടുണ്ട്. ഇവർ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുവാണ്, ഇതിൻ്റെ അകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള പ്രൊജക്റ്റായിട്ടാണ് വരുന്നതെന്നില്ല ആൾക്കാരുടെ അടുത്ത് എന്താ പറയുക, ആ ഒരു കാര്യം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരു 4 മാസം കൊണ്ട് തന്നെ ഇത്രയും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്ന് ഒരു ഔട്ട് ഇങ്ങനെ ഒരു ഗെയിം പ്ലേ റിവ്യൂവിൽ നടത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. അതേപോലെ ഇതിൽ ആനിമേഷൻസ്, ഫേഷ്യൽ ആനിമേഷൻസ്, മെയിനായിട്ട് ക്യാരക്ടേഴ്സിൻ്റെ എന്താ പറയുക, ഇത് റിലീജിയസ് പരമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഗെയിമിൽ കാണിച്ചിട്ടുള്ളത്. സോ അങ്ങനത്തെ രീതിയിലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ കാണിച്ചിട്ടില്ല. ഇപ്പം ഫ്രം സ്ക്രാച്ച് അവരെ ക്യാരക്ടേഴ്സിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇത് മെറ്റാ ഹ്യൂമൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടിട്ട് മെറ്റാ ഹ്യൂമൻ ആണെങ്കിൽ പോലും ഈ ഒരു ഹെയർ സ്റ്റൈൽ ഗ്രൂമിങ്ങിനെല്ലാം കുറേ മെനക്കെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് കാണാം. ഫേസ് മോക്കാപ്പ് ഒക്കെ ചെയ്ത് മോക്കാപ്പ് തന്നെ ആയിരിക്കണം, എനിക്ക് കണ്ടിട്ട് മോക്കാപ്പ് ആണെന്ന് തോന്നുന്നത്. സോ മോക്കാപ്പൊക്കെ പക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മെയിൻ ക്യാരക്ടറിൻ്റെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ബാക്കിയുള്ള NPC ക്യാരക്ടേഴ്സിൻ്റെ മോഡൽസ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഈ മെയിൻ ക്യാരക്ടർ അത്ര റിയലിസ്റ്റിക് അല്ല എന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. അതേപോലെ ആനിമേഷൻസ് ഇവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ശരിയാണ്. ബട്ട് സ്റ്റിൽ സ്കിഫി ആയിട്ടുള്ളൊരു ഫീൽ കിട്ടുന്നുണ്ട്. അത് ഇനിയും ഇവർക്ക് ഇമ്പ്രൂവ് ചെയ്യാം. കാരണം ഇവർ ആൽഫ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഇത് ഔട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഫൈനൽ ഔട്ട് വരുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ പേഴ്സണലി വന്നിട്ടുണ്ട്. ഇതെന്തായാലും നല്ലൊരു ഗെയിമായിട്ട് തന്നെ മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ എനിക്ക് പറയാൻ തോന്നിയ വേറൊരു കാര്യം, ഇതിന് ഫസ്റ്റ് ട്രെയിലർ വന്ന സമയത്ത് ഇതിന് കുറേ നെഗറ്റീവായിട്ടുള്ള ഒരു ബാക്ക്ലാഷ് കിട്ടിയതായിരുന്നു. ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന രീതിയിൽ തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും പറഞ്ഞത്. കാരണം ഇന്ത്യയിൽ നിന്ന് ആൾക്കാർക്ക് ഇന്ത്യയിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റ് ഹെയ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല, നമുക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പം ഈ ഒരു ഇത് വന്ന ദിവസം, അതായത് ഈ ഒരു ഗെയിം പ്ലേ റിവ്യൂവിൽ വന്ന ആ സെയിം ഡേ രാത്രി 10:45 ഞാനിപ്പോൾ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഇന്ന് ഈ ഗെയിം പ്ലേ റിവ്യൂവിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത അതേ സമയം വേറൊരു യൂട്യൂബ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ പോലെ, വരുൺ മായൻ്റെ ഒരു ഇൻ്റർവ്യൂ പോലെ ഒന്ന് കണ്ടായിരുന്നു ഞാൻ. അതിൽ ഈ പുള്ളി പറഞ്ഞിട്ടുണ്ടായത് ഇന്ത്യൻ ഓഡിയൻസ് ഭയങ്കര ടോക്സിക് ആയിട്ടാണ് ഫസ്റ്റ് റിവ്യൂവിന് റിയാക്ട് ചെയ്തതെന്നായിരുന്നു. എനിക്കത് കേട്ടപ്പോൾ എന്തോ എനിക്ക് പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഓഡിയൻസ് ടോക്സിക് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല. അതൊരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന രീതിയിലാണ്. അതിൻ്റെ ആനിമേഷൻസ് പോരാ, ആൽഫ സ്റ്റേജിന് എത്ര തന്നെ പറഞ്ഞാലും മോസ്റ്റ് റിയലിസ്റ്റിക് ഇന്ത്യൻ ഗെയിം എന്ന രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഫുട്ടേജ് കാണിച്ചാൽ അത് ആരായാലും നെഗറ്റീവായിട്ടേ പറയാൻ നോക്കും. ആരായാലും മീൻസ് ഈ ആൽഫ എന്താണ്, ഈ പ്രോട്ടോടൈപ്പ് എന്താണെന്ന് അറിയാത്തവർ അത് ആ രീതിയിൽ റിയാക്ട് ചെയ്യാൻ നിൽക്കും. ഇപ്പോൾ ഗെയിം കളിക്കുന്ന വെച്ചിട്ട് ആൽഫ സ്റ്റേജ് എന്താണ്, പ്രോട്ടോടൈപ്പ് ബിൽഡ് എന്താണെന്ന് ആൾക്കാർക്ക് അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. അവർക്ക് ഗെയിം വരുമ്പോൾ കളിക്കുന്ന അത്രേ അവർക്ക് അറിയണ്ടു. ഗെയിമിൻ്റെ അകത്തുള്ള സ്റ്റോറി എന്താണ്, കണ്ടന്റ് എന്താണെന്ന് അറിയേണ്ട കാര്യമില്ല. അല്ലാണ്ട് ഗെയിം ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എന്താണെന്ന് ആൾക്കാർക്ക് അറിയേണ്ട ഒരു നിർബന്ധമില്ല. അങ്ങനത്തെ ഓഡിയൻസിൻ്റെ അടുത്ത് പോയിട്ട് മോസ്റ്റ് റിയലിസ്റ്റിക് ഗെയിം എന്നുള്ള ടൈറ്റിൽ ഇങ്ങനത്തെ ഒരു ഗെയിം പ്ലേ റിവ്യൂവിൽ കാണിച്ചാൽ അവർ നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ ചാൻസസ് വളരെ കൂടുതലുള്ളൂ. Can progress the game a little bit, but there are points after which everything in the world changes. Actually, I would say the Indian audience was a lot more toxic to the first trailer because they didn't understand what an early alpha was. And I feel in hindsight I should have just shown a level walkthrough. We try to put the gameplay in that because there are other trailers that have come out of games in India, and what they do is they do cinematic trailers.
ഓൾസോ ആ ഫസ്റ്റ് കാണിച്ച ഗെയിം പ്ലേ റിവ്യൂവിൽ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഉണ്ടായത്. സോ അതിന് നെഗറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ റെസ്പോണ്ട് വന്നപ്പം അത് ഭയങ്കര ടോക്സിക് ആയിരുന്നു. ഇന്ത്യൻ ഓഡിയൻസ് ഭയങ്കര ടോക്സിക്കാന്ന് പറഞ്ഞത് അതെനിക്ക് കുറച്ച് മോശമായിട്ടാണ് തോന്നിയത്. അതേപോലെ ആ കമൻറ്റ് സെക്ഷനിൽ വന്ന റേസിസ്റ്റ് കമൻസിന് ഒരു കണക്കുമില്ല. അത് കാണുമ്പോൾ തന്നെ സ്മെല്ലടിക്കുന്ന അങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ ഈ പുള്ളി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്താണ് റേസിസം റിലേറ്റഡ് കമൻസിനെ കുറിച്ച് കവർ ചെയ്യാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. പറയായിരുന്നു, അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാമായിരുന്നു. പുറത്തുള്ളവർ ഇങ്ങനെ ഇത്രയും റേസിസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ എന്നൊരു പ്രൊഡക്റ്റ് ഇങ്ങനെ വരുന്ന സമയത്ത്. ആനിമേഷൻസിനെ കുറിച്ചും ക്വാളിറ്റിനെ കുറിച്ചും പറഞ്ഞതല്ല ഞാൻ പറയുന്നത്. റേസിസ്റ്റ് ആയിട്ട് ആ സ്ഥലം തന്നെ സ്മെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ വീഡിയോ കാണുമ്പം. ഫൈനൽ ബോസ് സോപ്പായിരിക്കും അങ്ങനത്തെ രീതിയിൽ കുറേ കമൻസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. അതിനെക്കുറിച്ച് എന്നാണ് ഇദ്ദേഹം ഒരു വാക്ക് പോലും പറയാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം ഞാൻ ഇതിനു മുന്നേ എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും റേസിസ്റ്റ് റിലേറ്റഡ് കാര്യങ്ങൾ അതിന് കമൻറ്റ് സെക്ഷനിൽ വന്ന കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും താഴെ മെൻഷൻ ചെയ്യും. ഞാൻ കണ്ടിട്ടില്ല എവിടെയും. ഞാൻ ഇവരെ ഫോളോ ചെയ്യുന്നതാണ്, പക്ഷേ എല്ലാ സ്ഥലത്തും അങ്ങനെ ഫുൾ ടൈം ഫോളോ ചെയ്യുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് കാണാറുണ്ട്, അത്രേ ഉള്ളൂ. ആ ഒരു കാര്യം ഇവർ പറയാത്തതും ഇങ്ങനെ ഇന്ത്യൻ ഓഡിയൻസ് ടോക്സിക്കായിട്ട് പെരുമാറി എന്ന് പറഞ്ഞത് എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നി. ബാക്കിയുള്ള കാര്യത്തിൽ ഇവർ ആ ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അത് നെഗറ്റീവായിട്ട് വന്നിട്ട് നമ്മൾ അങ്ങനെ തന്നെ വീഴരുത്, നമുക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്ന് ഇങ്ങനത്തെ ഒരു ഔട്ട് കൊണ്ടുവന്നത് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ഓഫീസിൽ നിന്ന് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയപ്പം ആണ് ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇത് കാണുന്നത്. എന്നിട്ട് യൂട്യൂബ് എടുത്തിട്ട് ലാപ്ടോപ്പിൽ ഗെയിം പ്ലേ ഇരുന്നുണ്ടായിരുന്നു. നല്ലൊരു ക്വാളിറ്റി തന്നെ ഒരു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഒന്ന് നോക്കിയാൽ ആ സ്ട്രക്ചർ നോക്കിയാൽ ഫസ്റ്റ് വാക്ക് ചെയ്യുന്നുണ്ട്, ആ ഒരു എന്താ പറയുക എൻവിറോൺമെൻറ്റ് കാണിച്ചു, നടക്കുന്നുണ്ട് കുറച്ച്, പിന്നെ ഒരു കട്ട് സീൻ വന്നു, പിന്നെ ഒരു കോമ്പാറ്റ് പോലെ വന്നിട്ടുണ്ട്. കോമ്പാറ്റൊക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വരാനുണ്ട്. അതാണ് സത്യാവസ്ഥ. ഇനിയും കുറേ ഇമ്പ്രൂവ് ആവാനുണ്ട്. പെട്ടെന്ന് ക്യാമറ കട്ടായിട്ട് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ കുറേ ബഗ്ഗും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവർ ഇമ്പ്രൂവ് ആയത് എനിക്ക് പേഴ്സണലി വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് വിജയിപ്പിക്കാം. സോ സ്റ്റീമിൽ ഇത് വിഷ് ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാവരും വിഷ് ലിസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അതേപോലെ വേറൊരു നൾ ന്യൂ ഓർഡർ അങ്ങനെ എന്തൊരു ഗെയിം വരുന്നുണ്ട്, അനൗൺസ് ചെയ്ത് ഗെയിം പ്ലേ വന്നായിരുന്നു. കുറേ പേര് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ നോക്കാം. അതേപോലെ നമ്മൾ മറ്റേ തമിഴ് ഗെയിമിനെ കുറിച്ച് ചോളാസ് അല്ല, ഇപ്പോൾ അത് ദ സൺ ഓഫ് തഞ്ചൈ എന്ന് പറഞ്ഞിട്ട് പേര് മാറ്റിയായിരുന്നു. സോ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തെക്ക് ഐലൻഡ് നമ്മുടെ മലയാളം ഗെയിം, അതിനകത്ത് മിക്കവാറും ഞാൻ വർക്ക് ചെയ്യുന്ന ഒഫീഷ്യലായിട്ട് ആയിട്ട് ഞാനും ചിലപ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിരിക്കും. ഞാൻ ഇനി അതിനകത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. വർക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ പറയാം ഒഫീഷ്യലി എന്നാണ്. സോ അതേപോലെ വേറെയും ഗെയിംസ് ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്. നമുക്കെല്ലാം സപ്പോർട്ട് ചെയ്ത് നമുക്കിതൊരു വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോകാൻ നോക്കാം. അതേപോലെ ഞാൻ ലാസ്റ്റ് ഒരു 1.5 മാസമായിട്ട് വീഡിയോസ് അധികം ഇടുന്നില്ല. കാരണം ഇപ്പം വേറൊരു ജോബിന് കയറിയിട്ടല്ല, ഇവിടുത്തെ കുറച്ച് വള്ളിയും മറ്റേതെല്ലാം ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് പോകുന്നത്. സോ ഞാൻ ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പാന്തറിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത വർഷം അതിൻ്റെ ഗെയിം പ്ലേ റിവ്യൂ നടക്കുന്നതായിരിക്കും. സോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തവരാണെങ്കിൽ അവിടെ നിന്ന് ഫോളോ ചെയ്തോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളും അവിടെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. എവിടെയാണ് ഞാൻ ഇല്ലത് എന്താ ചെയ്യുന്നില്ല കാര്യങ്ങൾ ആദ്യം സ്റ്റോറി ഇട്ട് പറയാറുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ അത് കാരണം അവിടെ നിന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ നോക്കാം. സോ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് എടുത്താൽ എല്ലാവരും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വേറെ നല്ല വീഡിയോ കാണുന്നത് ഇങ്ങോട്ട് ഫ്രം ഗെയിമിംഗ് ഫ്രണ്ട്സ്. പീസ് ഔട്ട്.